എല്ലാവരും കോഴിക്കോട്ടാന്ന് പറയിട്ടാണ്, ഞങ്ങൾ കോഴിക്കോട്ടാന്ന് പറയാം. ചാടി ഒഴുകി ആളത് മറന്നുപോയി. ഈ കോഴിക്കോട്ടാന്ന് പറഞ്ഞ സാധനം മറന്നുപോയി. സ്വർഗത്ത് കൊട്ടാരം പണിയാൻ പോയേക്കാന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് സരിത ഓലനാണ് ഉണ്ടാക്കാൻ പോണത്. കാന്താരി മുളക് ആ അങ്ങനെ ചെയ്യും. ആ മീമിട്ട് ചോറിനും എന്തൊരു കൂമ്പെടുക്കണെന്ന് അറിയോ? കുറച്ചിട്ടാ മതി. അല്ല ഗോൾഡൻ ബെറി എന്നല്ലേ പറയാ. ഞാനിതൊക്കെ പൊട്ടിച്ചോണതാ. നീയല്ലേ പരീക്ഷ എഴുതിയാള്, നീയല്ലേ പറയണ്ടേ? ഇതുവരെ വളരെ ശരിയാണ്. അത് കുമ്പളങ്ങ സൂപ്പിന്റെ ഒരു ഭാവമാണ്. ചൂടില്ലേ? എന്ത് രസം. നമ്മുടെ അല്ലേണ്ട പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് 2 ദിവസമായി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ആദ്യത്തന്നെ പൊട്ടിച്ചിട്ട് എനിക്ക് അല്ല, നമ്മൾ പറഞ്ഞിട്ട് 2 ദിവസമായി എന്നിട്ട് പൊട്ടിച്ചില്ല. അപ്പോൾ നമ്മൾ വലിയ കുമ്പളങ്ങയുണ്ട്, നമുക്ക് പിരിച്ച് പൊട്ടിക്കാം അല്ലേ? കത്തി വാങ്ങിക്കണം ചേച്ചി. കത്തിയണ്ട. അല്ല ചേട്ടൻ ചേട്ടാ ഇവിടെ പണിക്ക് പോയേക്കാം. നല്ല വലിപ്പുള്ള കുമ്പളങ്ങയാണ്. ഓരോണി പൊട്ടിക്കണേ. കുമ്പളങ്ങ കൊണ്ട് നമുക്ക് അലുവീൻ്റെ ആക്കാം. വേണ്ട വേണമെങ്കിൽ വരാം. അല്ലയോ? അയ്യോ തൊങ്ങുണ്ട്, തൊങ്ങ് കൈമാറിയ തൊങ്ങ. ഇവിടെ ഒരെണ്ണമുണ്ട്, വലുതുണ്ടേ. വേണമെങ്കിൽ പൊട്ടിക്കട്ടാ. വേണ്ട, ഇത് മൂത്ത് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല ഈ സാധനം. അല്ല അല്ല ചേട്ടൻ ആവശ്യം ഉണ്ടാവായിരിക്കും. അവിടെയുണ്ട്, ഇതുമ്പിൽ ഇവിടെയുണ്ട്, കുറേ ഉണ്ട്. വേണ്ട, വാ നമുക്ക് പോവാം. നമുക്ക് നേരെ കൂടി അവിടെ ഇവിടെ ഒക്കെ ഇതുണ്ടായി നിൽക്കണ നോക്കിയേ. പടവലങ്ങ പച്ചക്കറി കൂടിയാൽ തിന്നാൻ ആൾ വേണ്ടേ? ഇതേ ഓല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇങ്ങനെ തിന്നാൻ പറ്റിയിരുന്നു. ചോറും കൂട്ടാനൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ തിന്നാൻ. അപ്പൊ നേരെ നമുക്ക് സദ്യക്ക് പോയി ഓലൻ വീണ്ടും വാങ്ങിക്കാറുണ്ട്. വാങ്ങിച്ച് ഓലൻ തന്നെ കഴിക്കാറുണ്ട്. ഓലൻ അതിന് പില്ലിയ സദ്യകൾക്ക് അല്ലേ? അത് വെക്കാൻ പണി കൂടുതലാണ്. ഓലൻ ഇപ്പൊ അങ്ങനെ സദ്യകൾക്ക് ഉണ്ടാവാറില്ലേ? നാളികേര പാലൊക്കെ പിഴിഞ്ഞ് ചെയ്യണ്ടേ. അപ്പൊ നേരെ നമുക്ക് കുടിയിലേക്ക് ഇട്ടാ. അല്ല ചേട്ടന് പണി സ്ഥിരം 4-5 സ്ഥലത്തേക്ക് പോണ കാരണം പറമ്പൊക്കെ ഇതായി കാടായി. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ഞായറാഴ്ചക്ക് ഞങ്ങളിവിടെയൊക്കെ ഭയങ്കര പ്രത്യേകതകളുണ്ടായിരുന്നു. സരിതര വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറൊരു സാധനം കിട്ടും തിന്നാൻ. പണ്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവർ ശനിയാഴ്ചകളിൽ, അത് ഇന്നലെ തലേദിവസം ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവർ ഈ തലേദിവസം ഇന്നലെ ഈ കോഴിക്കോട്ട ഉണ്ടാക്കും, കോഴിക്കോട്ട. അപ്പോൾ കാലത്ത് നമ്മുടെ ഈ വീടുകളിലേക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കോഴിക്കോട്ടാന്ന് പറയിട്ടാണ്. ഞങ്ങൾ കോഴിക്കോട്ടാന്ന് പറയാം. കോഴിക്കോട്ട ഉണ്ടാക്കി കൊണ്ടിരും എന്ന് പറയാം. അപ്പോൾ അവരൊക്കെ കോഴിക്കോട്ട ഉണ്ടാക്കി കൊണ്ടിരും. അരി അട പോലെ ഉണ്ടാക്കുന്ന സാധനം, അട തന്നെ സാധനം ശരിക്കും പൊഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് ബോർഡ് പോലെയെന്ന് മാത്രം. അപ്പോൾ കുമ്പളങ്ങ കൊണ്ട് സരിത ഓലനാണ് ഉണ്ടാക്കാൻ പോണത്. കത്തിക്ക് മൂർച്ചയില്ല. ഇന്നലെയാണ് കേട്ടോ നമ്മൾ കുമ്പളങ്ങ പൊട്ടിച്ചത്. ഇന്നാണ് കറി വയ്ക്കണേന്ന് മാത്രം. ഇന്ന് ഞായറാഴ്ചനല്ല, ഇറച്ചി വാങ്ങിച്ച്, ഇറച്ചി മീനൊക്കെ വാങ്ങിച്ച് ലാവിഷായിട്ട് ആക്കുമ്പോൾ ഞങ്ങൾ കുമ്പളങ്ങ ഓലനും ചമ്മന്തിയാണ്, മാങ്ങ ചമ്മന്തിയാണ് വെക്കുന്നത്. മാങ്ങ ഞാൻ പൊട്ടിച്ചു. പണ്ട് കാലത്ത് ഇങ്ങനെ കത്തി മൂർച്ച കൂടുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ പാമ്പിന് നോക്കാം. അല്ല ഇവിടെ വന്നറിയാണ്ട് അങ്ങോട്ട് ഒരു നോട്ടം. അതെല്ലാവരും അങ്ങനെയാണ്. പണ്ട് കാലത്ത് ഈ വീടുകളിലൊക്കെ കത്തി മൂർച്ച കൂടുന്നത് സമയം എപ്പോഴാണെന്നറിയോ? കോഴിനെ കൊല്ലുമ്പോൾ. കോഴിനെ എല്ലാവരും നാട്ടുകാരെല്ലാം എല്ലാ പിള്ളേരും കൂടി ഓടിച്ചിട്ട് പിടിക്കുന്ന നാടൻ കോഴികൾ മാത്രമാണല്ലോ. അതിനെ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ അവിടുത്തെ കോഴിനെ നന്നാക്കുന്ന ആൾ കത്തി അമ്മീമിട്ട് മൂർച്ച കൂട്ടും. നമ്മള് മീൻ നന്നാക്കാൻ പോണേലും മുന്നാണ് അതുണ്ടാവാ. സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും പൂച്ചകൾ എവിടേക്കുള്ള ചട്ടിമേലാക്ക. കുമ്പളങ്ങ വലിപ്പായി അല്ല മൂത്തുണ്ട് കേട്ടാ അത്യാവശ്യം. അന്ന് കൊണ്ടൊന്നും മൂത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് അല്ല ചേട്ടൻ പൊടിച്ചു തന്നില്ലേ? അതിങ്ങനെ ഇതുപോലെ കുരുന്നായി ഉണ്ടായിരുന്നില്ല. ഒരു മാങ്ങ മതിയായിരുന്നു ചമ്മന്തിക്ക്. ഞാൻ 2 പൊട്ടിച്ചു. കഥ പറയാൻ പോവാന്ന് പറഞ്ഞു. അല്ല ഞങ്ങൾ പണ്ടേ ഒരു ചെറുപ്പത്തിലൊരു കേട്ടിട്ടുള്ള കഥീനെ കേട്ടാ.
അതിൽ ജാതിയൊക്കെ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് ജാതി മതമൊക്കെ പറഞ്ഞാൽ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകൾക്കൊന്നും വിഷയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊന്നും അത് പറയാൻ പാടില്ല. അപ്പോൾ ഒരാൾ ഒരു വീട്ടിൽ പോയിട്ട് പണ്ട് ഈ കോഴിക്കോട്ട കഴിച്ചു. കോഴിക്കോട്ട കഴിച്ചിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വീട്ടുകാർ കൊടുത്താണ് കേട്ടോ. ഏതോ ഒരു വീട്ടിൽ പോയിപ്പോൾ അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ നടന്നു വരണം വീട്ടിലേക്ക്. അയാൾ പണിക്ക് പോയതാണ് അല്ലേ? കേട്ടിട്ടുണ്ടല്ലേ? പണിക്ക് പോയതാ. അപ്പോൾ പണിക്ക് 4 മണിക്ക് ചായയിലേക്ക് അവർ ആ വീട്ടുകാർ ഈ സാധനം കൊടുത്തേ. അപ്പോൾ ഇയാൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എന്നിട്ട് ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ കോഴിക്കട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയാം ഇത് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ചെല്ലണേ. എന്നിട്ട് പക്ഷെ ഇയാളാണ് ഞാൻ പേര് മറക്കുക. അത് കാരണം ഇയാൾ പോണ വഴിക്ക് പറഞ്ഞിട്ടാണ് കോഴിക്കോട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ നടന്ന് പൂണിട്ടോ. അപ്പോൾ ഒരു പാടത്തോടെ നടക്കുമ്പോൾ ഇങ്ങനെ പാടത്ത് ഇങ്ങനെ അറ്റങ്കഴ എന്ന് പറയും. ഒരു ഈ വെള്ളം പോകാനായിട്ടുള്ള ചാലുകളുണ്ടാവും. അപ്പോൾ അറ്റങ്കഴ ഇങ്ങനെ നടന്നിട്ട് കോഴിക്കോട്ട എന്ന് പറഞ്ഞിട്ട് ഇത് ചാടി കിടക്കണം. ഇങ്ങനെ ചാടി ഒഴുകി ആളത് മറന്നുപോയി. ഈ കോഴിക്കോട്ട എന്ന് പറഞ്ഞ സാധനം മറന്നുപോയി. പിന്നെ ആൾക്ക് അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ എത്ര ചിന്തിച്ചിട്ടും ആൾക്ക് ഇവിടെ കിട്ടിയില്ല. എന്നെ വീട്ടിൽ വന്നു. ഇനി വീട്ടിൽ വന്നിട്ട് ബാക്കി പറയും. വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഇന്ന് പോയ സ്ഥലത്ത് എനിക്ക് ഒരു പലഹാരം തന്നു ഒരു ചായയിലേക്ക്, അത് നീ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ചോദിച്ചു ഉണ്ടാക്കിയാൽ എന്തൊരു സാധനം ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് പേര് ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഇയാളിങ്ങനെ ഉണ്ട പോലെ ഇരിക്കുന്ന സാധനം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും ഭാര്യയ്ക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് ഇയാൾക്ക് ദേഷ്യം വന്ന് ഭാര്യനെ ഇയാൾ എടുത്തിട്ട് ഇടി തുടങ്ങി. പുറത്ത് എല്ലാരും കേട്ടുള്ള കഥയാണ്. അപ്പൊ ഭാര്യ ഇടി ഭാര്യ പുറത്തൊക്കെ ഇങ്ങനെ പുറത്ത് കയ്യുമ്മലൊക്കെ ഇങ്ങനെ ബോൾ പോലെ മുളച്ചു വന്നു നീര്. അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങൾ നോക്കി ഇടിച്ചിട്ട് എന്റെ കയ്യുമ്മ കോഴിക്കോട്ട പോലെ നീര്. അതന്നെ സാധനം എന്ന് പറഞ്ഞു. അതല്ലേ കഥ? അതന്നെ കഥ. അല്ല പണ്ട് ഇങ്ങനെ കൊറേ കഥകള് ഉണ്ടാവൂട്ടാ. പറഞ്ഞേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഓരോ കഥകളൊക്കെ പറയൂട്ടോ. അപ്പൊ ഒരു കഥ കേട്ടാ. ഒരു വീട്ടുകാർക്ക് മറ്റേ വീട്ടുകാരോട് ഓപ്പോസിറ്റ് വീട്ടുകാരോട് കേട്ടില്ലേ? ഞാനത് ഈ ഓർത്തതെന്ന് വെച്ചാൽ അന്ന് തെങ്ങ് കയറാനായിട്ട് കോക്ക് വന്നില്ലേ, തെങ്ങ് മുറിക്കാനായിട്ട്. അപ്പോൾ ആ മുറിക്കുന്ന തെങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചാഞ്ഞ് വെക്കണത് അതിൻ്റെ ഉള്ള് ഈ ചതിൽ പിടിച്ചിട്ടാണല്ലോ. അപ്പോൾ കയറി വെട്ടാനായിട്ട് പേടി, മുകളിലേക്ക് കയറാൻ പേടിയില്ല. അപ്പോൾ മുകളിൽ കയറിയിട്ട് അങ്ങനെ തെങ്ങ് അങ്ങനെ മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അരുമ്പോക്ക് പറയാണ് അങ്ങനെയാണ് ദേവേട്ടാ മുകളിൽ 2 പട്ട വെച്ചിട്ട് കൈമ വെച്ച് കെട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് അച്ചാച്ചനൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള കഥയാണ് കേട്ടോ. അതിങ്ങനെ തലമുറകളായിട്ട് കൈ വന്നിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ 2 വീടുകളാണ്. ഒരു വീട് ഒരു ആശേരിയുടെ വീട്. അയാൾ ഭയങ്കരമായിട്ടുള്ള ഈ പെരുന്താച്ചിൻ്റെ ഒക്കെ പോലെ കഴിവുള്ള ഒരാളാണ്. അങ്ങനത്തെ ഓരോ കൊട്ടാരങ്ങൾ, ഈ അമ്പലങ്ങൾ, അങ്ങനത്തെ ഓരോന്നൊക്കെ പണിയുന്ന ആളുകളാണ്. ഇപ്പുറത്തുള്ള ആൾ ഈ ഒരു പണിക്കര വീടാണ്. ഈ പ്രശ്നമൊക്കെ വെച്ച് കൊട്ടാരത്തിലെ രാജാവിൻ്റെ ജ്യോത്സ്യം ഭാവികളൊക്കെ പ്രവചിക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ 2 പേരും ഭയങ്കര കീരിയും പാമ്പും പോലെയാണ്. ഭയങ്കര ശത്രുക്കളാണ് ഇവർ. 2 പേർക്കും പരസ്പരം ഇതാണ്. അപ്പോൾ ഒരു ദിവസം എന്നിട്ടുണ്ടായ ഈ കാലത്തേറ്റ് ഇയാൾ പണിക്കര് കണി കണ്ടത് ആശേരിയുടെ ഒരു മോൻ മരിച്ചിട്ടുള്ള ശവമാണ് കണ്ടത്. ആൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കാലത്ത് തന്നെ കണി കണ്ടത് ശവമാണ്. നല്ലതല്ലേ ശവം കണി കാണുന്നത്? നല്ലതാന്നല്ല പറയാ. ശവം കണി കാണുന്നത് ശവം കണി കാണുന്നത് നല്ലതന്നെ. കഥയിൽ ചോദ്യമൊന്നുമില്ല ചേട്ടാ. ഇങ്ങനെ നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ടിട്ടുള്ള കഥകളാണ്. കഥയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ന്യായമുണ്ടോ യുക്തി ഉണ്ടോ എന്നൊന്നുമില്ല. അപ്പോൾ ഇയാളെന്തൊരു ചെയ്ത പിറ്റേ ദിവസം എന്തൊരു ചെയ്ത പണിക്കര് ആളൊരു മോനെ തല്ലിക്കൊന്ന്. ശരി എന്നെ കാലത്തേറ്റ് ആളെ മോനെ കണി കാണിച്ചില്ല. അപ്പോൾ ആളെ മോനെ ഒരാളെ തല്ലി കൊന്നിട്ട് ശരി വീടിൻ്റെ മുന്നിലാണ് കൊണ്ടുവന്നിട്ട് വെച്ചു. അവനും അങ്ങനെ കണിയുണ്ട്. അങ്ങനത്തെ ശത്രുക്കളാണ് വരുന്നത്. ശത്രുത തെളിയിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരി മോന് സാധാരണ പോലെ മരിച്ചാണ്. ആള് അങ്ങനത്തെ കാര്യങ്ങളിൽ ചിന്തിച്ചിട്ടുള്ളതല്ല. അങ്ങനത്തെ ഇതുകളായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ എന്നാലും ആൾക്ക് പണിക്കർക്ക് ഈ ആശയമുള്ള ദേഷ്യം മാറിയിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് പണി കൊടുക്കണം എന്നിങ്ങനെ ആലോചിച്ചു. എന്തോ ഒരു വഴി, എന്നാലും പക മാറിയില്ല. അപ്പോൾ ആൾക്ക് എന്താ അങ്ങനെ ആലോചിച്ചിട്ടൊരു വഴി എന്ന് പറഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ രാജ്യത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ചു എന്താ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം, നമുക്ക് പരിഹാരം തരാൻ ചോദിച്ചപ്പോൾ ഇതന്നെ വഴി എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്തേ, നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ
നമ്മുടെ രാജാവിൻ്റെ ഒരു ചിഹ്നമായിട്ടൊരു അമ്പലം പണിയണം. സ്വർണം കൊണ്ടൊരു അമ്പലം പണിയണം. സ്വർണം ഇതൊക്കെ ചേർത്തുള്ള ഒരു അമ്പലം പണിയണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരമാണെന്ന് പറയും. അപ്പോൾ രാജാവ് പറഞ്ഞു, സ്വർഗത്തിൽ ഇപ്പോൾ അമ്പലം പണിയാനായിട്ട് നമ്മൾ ആരെയെ അയക്കുക? അപ്പോൾ പണിക്ക് പറഞ്ഞു, അതിനും ഇവിടെ ആശയം എന്ന് പറഞ്ഞു വെച്ചാൽ മതി. അങ്ങേര് പോയിട്ട് അവിടെ പോയി കൊട്ടാരം പണിതോളെന്ന് പറഞ്ഞു. ആശയനെ അവിടെ തന്നെ വിളിപ്പിച്ചിട്ട് രാജാവ് ഇങ്ങനെ പറഞ്ഞ വഴിക്ക് ഇയാൾ ഞെട്ടിപ്പോയി. ഈ സ്വർഗത്തിൽ പോയിട്ട് എവിടെ കൊട്ടാരം പണിയാനാണ്? ആകെ പെട്ടില്ലേ. ഭാര്യയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ആളെ ഭാര്യയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എന്തൊരു ചെയ്യും, എങ്ങനെ ഒരു വെട്ടിൽ ഈ ചതിയിൽ നമ്മളെ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇതൊന്നും എന്തിട്ട് പേടിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞു. നിങ്ങൾ ആ പണിയാനുള്ള സ്വർണം ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആശയം ചെന്നിട്ട് ഇതൊക്കെ കൊട്ടാരം പണിയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ രാജ്യനോട് പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുവന്നു. അതൊക്കെ ആള് വീടല്ല ഈ മറ്റേ ഈ പറമ്പിൽ കുഴിച്ചിട്ടു, എല്ലാം കുഴിച്ചിട്ടു. എന്നിട്ട് ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഒരു 3 മാസത്തേക്ക് ഒളിവ് ജീവിതം, ഒരാൾ പോലും കാണരുത്. പിള്ളേരോടും പറഞ്ഞു, അച്ഛൻ എങ്ങടാ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, സ്വർഗത്തിൽ കൊട്ടാരം പണിയാൻ പോയേക്കാന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പണിക്കര് ഈ ആശേരി 3 മാസം വീടിൻ്റെ അകത്ത് ഒരു അറയിൽ ഒളിച്ചിരുന്നു. പുറത്തേക്ക് ഇല്ല. കുട്ടികളോടൊക്കെ അയലോക്കാരൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനെ കാണാനല്ല, അച്ഛൻ സ്വർഗത്തിൽ രാജാവ് പറഞ്ഞ കൊട്ടാരം പണിയാൻ പോയി. പണിക്കരും പറഞ്ഞു, ഇയാൾ കാണാനില്ല, പറഞ്ഞും പിടിച്ച് ഇയാൾ കൊട്ടാരത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവും, സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ആശേരി ഇത് പുറത്തേക്ക് വന്നിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, നമ്മൾ ഗംഭീരമായ നമ്മൾ അവിടെ സ്വർഗത്തിൽ ക്ഷേത്രം പണിതു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരില്ലോ, നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തീരില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ ആശാരി പറഞ്ഞു, തീരില്ല എന്ന് പറഞ്ഞു. തീരണമെങ്കിൽ അവിടെ പോയിട്ട് കൃത്യമായ രീതിയിൽ പ്രശ്നം വെക്കണം എന്ന് പറഞ്ഞു. ആ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രശ്നം വെച്ചിട്ട് അവിടെ കുറെ പൂജാതിക ഇതുകളൊക്കെ ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. രാജു പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ആരെ വിടും ചോദിച്ചു. അതിന് ഇവിടെ പണിക്കരെ വിട്ടാൽ പറഞ്ഞു. അങ്ങനെ പണിക്കരെ വിളിപ്പിച്ചു. ആളെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ കൊട്ടാരം പണിത് കഴിഞ്ഞു. പണിക്കര് സ്വർഗത്തിൽ പോയിട്ട് അതിൻ്റെ എല്ലാ ഇതുകളൊക്കെ തീർത്ത് ഇതാക്കി വരാം പറഞ്ഞു. പണിക്കര് ഞെട്ടി, ദൈവമേ എന്തുട്ട കേൾക്കണത്, എങ്ങനെ ഈ സ്വർഗത്തിലേക്ക് പോവുക? പണിക്കര് ഭാര്യയോട് പണിക്കര് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ആശാരിയുടെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്ക്, ആശാരി എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോയെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതുള്ള വഴി, അല്ലാണ്ട് പിന്നെ എന്തൊരു വഴി? ആരോട് ചോദിക്കും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇപ്പോഴുള്ളവരാണെങ്കിൽ കുറേ പേര് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെയില്ല. അപ്പോൾ ഈ ആശാരിയുടെ ഭാര്യയോട് ഈ പണിക്കരെ ഭാര്യ സൂത്രത്തിൽ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ കെട്ടിയവൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോയെന്ന് ചോദിച്ചു. അപ്പോൾ ആശാരിയുടെ ഭാര്യ പറഞ്ഞു, ഞാനൊന്നും കണ്ടില്ല, ഞാൻ നോക്കുമ്പോഴുണ്ട്, ഞാനതൊന്നും അറിഞ്ഞില്ല. ഞാൻ നോക്കുമ്പോഴുണ്ട് ഈ സ്വർണ്ണം ഇതൊക്കെ ഭാണ്ഡക്കെട്ടായിട്ട് കെട്ടി തലയിലാക്കിയിട്ട് ആശാരി തെങ്ങിൻ്റെ ഏറ്റവും ഇരള്ള തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ടു. പിന്നെ അവിടുന്ന് അതിന് 2 തെങ്ങിൻ്റെ പട്ട വെട്ടിയിട്ട് ഓല വെട്ടിയിട്ട് ഈ കൈമിലും കെട്ടി പിന്നെ ചട്ടപ്പട്ടാന്ന് 4 ഇങ്ങനെ കൈയിട്ട് അടിക്കുന്നു കണ്ടു. പിന്നെ ആളെ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടതെന്ന്. അപ്പോൾ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി. ആള് പണിക്കരോട് പറഞ്ഞു, ഇയാളുടെ സാധനങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി ഇതന്നെ വഴി എന്ന് പറയുന്നത് ഏറ്റവും ഉള്ള തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് 2 തെങ്ങിൻ്റെ പട്ട വെട്ടി അത് കൈമേട്ടിട്ട് ചട്ടപ്പെട്ട എന്ന് 2 കുട സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിന് ആള് നിലത്തേക്ക് വീണ് ആള് മരിച്ചു. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥ അതിന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ പറയുക, പരസ്പരം വിദ്വേഷം അസൂയും കുശുമ്പും പാടില്ല എന്നല്ലേ മനുഷ്യന്മാർക്ക്? അതല്ലേ ഗുണപാഠം അല്ലേ? അതേ ഇതിൽ ജാതി മതമൊന്നും പറയുന്നത് ഇതൊന്നും അത് കഥയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് ജാതിയുള്ളവരെ ആക്ഷേപിച്ചു എന്നൊന്നും പറയരുത്. കുമ്പളങ്ങി ഇങ്ങനെ കനം കുറച്ച് എരിഞ്ഞു കൂട്ടാ, കനം കുറച്ചിട്ടാണ് എരിഞ്ഞേക്കണേ. പിന്നെ ഞങ്ങൾ സാധാരണ ഇവിടെ വയ്ക്കുമ്പോൾ പയറിടാറില്ല, വൻപയറില്ല, അത് ഇടാറില്ല. പക്ഷേ പല സ്ഥലങ്ങളിലും പയറിട്ടിട്ടാണ് വെക്കുക. അപ്പം എന്തായാലും പയറിട്ടിട്ടുള്ളത് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്
പയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചേർക്കാം. അതിന് മുന്നേ ആദ്യം ഇത് രണ്ടാം പാലിൽ ഇത് വേവിക്കാൻ പോവാം. പച്ചമുളക് ആ, 5-6 കാന്താരി മുളക് ഉപ്പിട്ടു. ഈ നാളികേരം പാലാണ് രണ്ടാം പാല്. ആ, രണ്ടാം പാല് 1.5 നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. വല്ലാണ്ട് വെള്ളം ചേർത്ത് പാല് വേണ്ട, ചിലപ്പോൾ കട്ടി കൂടെ. കട്ടി കുറയും. അല്ല, കട്ടി കുറയും. എനിക്കിതിരി വെള്ളം ചേർത്തിട്ടുള്ള വെള്ളം പോലുള്ള ഓലിന് ഇഷ്ടം കേട്ടോ. എനിക്ക് അതിൻ്റെ ചാറ് മോന്തി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുപ്പത്തേക്കല്ല തരുതേ കറിവേപ്പില കണ്ടിട്ടോ കുഴപ്പമില്ല. പണ്ട് ഈ ആയുർവേദ മരുന്നുകളൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുളക് പൊടിയിട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ചേട്ടന്. അപ്പോൾ ആ സമയത്ത് എപ്പോഴും ഉണ്ടാക്കി തുടങ്ങുന്നതാണ് ഈ സാധനം. പക്ഷെ നമ്മൾ ആ ഇതിലൊരു കഷ്ണം ഇഞ്ചി കഴിച്ചിടാറുണ്ട്. ഇഞ്ചി ചതച്ചിടും. ലാസ്റ്റ് തിളച്ചത് വെന്ത് വരുമ്പോൾ 1-ാം പാലൊഴിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കും. നമ്മൾ പയറിടാറില്ല. വെന്തിട്ട് പയർ ചേർക്കാം അല്ലേ. ഈ ഓലൻ തന്നെ കൂട്ടി നമുക്ക് ചോറിനാൻ പറ്റില്ല. ഇങ്ങനെ എരിവ് പുളി അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ ഒരു സൈഡ് ഡിഷായിട്ടേ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും കറി ഉണ്ടാക്കണ ദിവസമാണ് നമുക്ക് ഓലൻ പറ്റുള്ളൂ. അത് ശരിയാ, കുറേ സാധനങ്ങൾ ഉണ്ടാവണം. ആ, അപ്പോൾ ശരിക്ക് ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ഉപ്പ് കൂട്ടി തന്നെ വേണം അത്. തിള വരുന്നുണ്ട് സരിത. ആ, ഇളക്കണ്ടല്ലോ, ഇളക്കണ്ട തന്നെ തിള വന്നാൽ മതി അല്ലേ. തിളക്കട്ടെ. നാളികേരം പാല് ചിലപ്പോൾ പിരി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ അല്ലേ. ഇല്ല, ഇത് ഫസ്റ്റ് പാല് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതാരും കുഴപ്പമില്ല. ലാസ്റ്റ് ഫസ്റ്റ് പാൽ ഒഴിക്കില്ലേ, അപ്പം അത് സെറ്റാവും. ചമ്മന്തി അരയ്ക്കാൻ പോവാം. നാളികേരം, വേപ്പില, മാങ്ങ ഒരെണ്ണം മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ കാന്താരി മുളക്, ചുമന്നുള്ളി, ഉപ്പ്. മുളകിൻ്റെ ഈ സാധനം കളയോ? ഞെട്ടി കളയാല്ലേ? കളഞ്ഞാലേ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. കളയാം. കളഞ്ഞാണെങ്കിൽ ഞാര് മാത്രമായിട്ട് വായിൽ കിടക്കും. നമ്മുടെ ടാർസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അറിയോ? പോട്ടെ, ജാരസന്തതി എന്നാണ് അർത്ഥം. ഈ പുളി മതി. ആഹാ, അടിപൊളി. പുളിപ്പൊക്കെ പാകല്ലേ, എരിവെല്ലാം പാകല്ലേ? കലക്കന എൻ്റെ ചമ്മതി പഴയ കാലത്തേക്ക് പോവും ഈ ചമ്മതി കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഈ സെയിം സാധനങ്ങൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഇല്ല. എനിക്ക് മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ്. ഇതേപോലെ നമുക്ക് മിക്സിയിൽ അരച്ച് കിട്ടുക. മീൻ വരയ്ക്കുമ്പോൾ ഇതേ സാധനങ്ങൾ തന്നെയാണ് ചേർക്കുക. ചില സമയത്ത് അമ്മയ്ക്ക് ഈ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് മാങ്ങ പൂളി കഷ്ണങ്ങളാകും. അതിൽ കുറച്ച് മുളക് പൊടിയിലും കുറച്ച് കല്ലുപ്പ്, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, ഇത്തിരി കഞ്ഞെള്ളം ഇത് ഒഴിച്ചിട്ട് ഇടിച്ച് ചതച്ച്, അല്ലെങ്കിൽ അമ്മീമ്മ ഒറ്റ ചതക്കി കുത്തി ചതച്ച് തരും. അത് മതി കഞ്ഞി കുടിക്കാനായിട്ട്. അങ്ങനത്തെ ചമ്മന്തി ചേട്ടടക്കി ഉണ്ടാക്കും. അത് ശരിക്ക് മാങ്ങയൊന്നും അരഞ്ഞിട്ടുണ്ടാവില്ല, ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ മിളകൊക്കെ ഈ മാങ്ങ ഈ കല്ലുമ്മിലൊക്കെ ഇട്ട് ചതക്കില്ലേ, മാങ്ങ ചല്ലുമ്മ കല്ലുമ്മിട്ട് ചതച്ച് പൊടിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി ഉപ്പൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചേരില്ലേ, അതേപോലെ ഇരിക്കും ചില മാങ്ങയുടെ പീസുകളൊക്കെ. നല്ല രസ ചമ്മന്തി. ആ ചമ്മന്തി എനിക്കിഷ്ടമല്ല. എനിക്ക് നാളികേരം കൂടി ചേർത്ത് അരച്ചിട്ടുള്ളതാണ് എനിക്കിഷ്ടം. പിന്നെ നാളികേരം ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഈ അമ്മിയും ഇട്ടിട്ട് ചോറുന്നു. അങ്ങനെ ചെയ്യും. ഇതുപോലും വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ പണ്ട് ഇല്ലേ അമ്മീമിട്ട് ചോറുന്നു. ഇപ്പം ആർക്ക് വേണം അതൊക്കെ? ചോറ് തന്നെ വേണം. ഇപ്പം ആർക്ക് വേണം? ചോറ് തന്നെ വേണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പറ്റണം. ഉപ്പൊക്കെ നോക്കിയാ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. കുറവായിരിക്കും. നമ്മുടെ ജോസ് കോശി പറഞ്ഞു തന്നേട്ടാ ഈ ടാർസൻ എന്ന് പറഞ്ഞ അർത്ഥം. നമ്മുടെ ലൈറ്റ് അക്കാദമിയിലെ ലൈറ്റ് നമ്മുടെ ജോസ് കോശിൻ്റെ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളാണ് പറഞ്ഞു തന്നത്. ടാർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജാരസന്ധി എന്നാണ് കുളൂർ മാഷ് പറഞ്ഞു തന്നിട്ടുള്ളത്. ആളെ ലൈറ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഭയങ്കര ഫാനാ ആള്. ഈ ഇതില്ലേ നമ്മുടെ ഷാൻജിയോരെ ഇതിൽ ഈ സാധനം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഓലൻ. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പയർ വേവിച്ചിരിക്കുകയാണ് ഈ
നാളികേരം പാലും കുമ്പളയും ഒക്കെ ഇടുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ നമ്മൾ ഈ ഓലൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെള്ളയില്ല, തനി വെള്ളയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എന്തൊരു കളർ, കാപ്പി കളർ, നീരിയൊരു കളർ വന്നിട്ടില്ല അല്ലേ, ഇത് വെള്ള കളർ എന്ന് പറയാ. നല്ല വെള്ളയല്ലേ, നല്ല പ്യുവർ വൈറ്റ്. അത് നമ്മൾ പയറിടാണെങ്കിൽ പയറിടാണ്ട് നമ്മള് ഇവിടെ സദ്യക്ക് കിട്ടുന്ന പോലെ അങ്ങനെ ഇങ്ങനെ വിരല് വെറുതെ തൊട്ട് കഴിഞ്ഞാൽ അതും ഇങ്ങനെ കട്ടയിട്ട് അതിന്റെ ചാറ് ഇരിക്കും. അത്ര കട്ടി നാളികേരപ്പല്ല ചെയ്യാ. അപ്പൊ ഒത്തിരീശ വിളമ്പുള്ളൂ സദ്യക്ക്, അധികം കിട്ടില്ല. അപ്പൊ അതില് ആദ്യം പയറും ഇതൊക്കെ ഇട്ട് വേവിക്കുന്ന കാരണം എന്താ വെച്ചാൽ അതിന്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാപ്പി കളർ എന്നല്ല പറയാ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാ. അപ്പൊ നമ്മള് ഇളക്കണ്ട, അത് കുമ്പളങ്ങ എന്ത് കഴിഞ്ഞാ കാണിക്കുന്നതാണ്. ഇങ്ങനെ കണ്ട എരിവില്ല കേട്ടോ കൂട്ടാനിലൊട്ടും, എരിവ് വേണ്ടല്ലോ. ചമ്മന്തിയില്ലേ എരിവ് ഇതിൽ വേണ്ട ആവശ്യമില്ല, ഇത് മാത്രമായിട്ട് ആളുകൾ കഴിക്കുന്നില്ലല്ലോ. നന്നായി തിളക്കിൻ്റെ ഇപ്പോൾ വെള്ളം മാറ്റട്ടെ. നമ്മുടെ ഒരു മാസം മുമ്പ് നമ്മുടെ മുരിങ്ങ നമ്മുടെ കോക്കുനോണ്ട് അരും കോക്കുനോണ്ട് വെട്ടി. ഒരു മാസം പറയുണ്ടാവും, ഒരു മാസമായിട്ടില്ല, അതിൻ്റെ അടുത്തായി ഉണ്ടാവും. ഈ മുരിങ്ങ നല്ല ഉയരത്തിലാണെന്ന് വെട്ടി, തല വെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഏത് യോറ ഇങ്ങനെ വെറുതെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓറേനെയൊക്കെ തുളച്ചിട്ടാണിത് കംപ്ലീറ്റ് കൂമ്പെടുക്കുന്നുണ്ട. എന്തൊരു കൂമ്പെടുക്കണമെന്ന് അറിയോ. ഇതിപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് മുരിങ്ങല പൊട്ടിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് വലിയ തടിയ കാരണേ എല്ലാ സ്ഥലത്തും പൊട്ടലാണ്. അപ്പോൾ ആരാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുരിങ്ങിനി ഉണങ്ങിപ്പോളൂ എന്ന് പറഞ്ഞു, അതുപോലെ തല വെട്ടിയ കാരണം എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഉണങ്ങിപ്പോയില്ല, അടിപൊളിയായിട്ടുണ്ടായിട്ടാ. ഫ്രഷാണ്, നല്ല ഇളം കൂമ്പുകൾ വരുന്നത്. നമ്മുടെ കൂട്ടാൻ കണ്ട ഇങ്ങനെയായി കട്ടിയായി. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പയർ വേവിച്ചിടുന്നത് കേട്ടാ. വല്ലാണ്ട് അധികം വേണ്ട. നമ്മുടെ ചരിത്രത്തില് ആളുകൾ ഇങ്ങനെ വെക്കുന്ന കുറെ പേരുണ്ട്. അല്ല ആളുകൾ കുറച്ചിട്ടാ മതി, കുറച്ചിട്ടാ മതി, കുറച്ചായിട്ടുണ്ടല്ലോ, കുറച്ച് മതി ചേട്ടാ. പകുതി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടായിരുന്നു, ലേശിട്ടാ മതിയായിരുന്നു. ഇല്ല അത് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക്. പയറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടി വരും. ഉപ്പ് ചേർത്തിട്ട് വേവിക്കുകയാണ് നല്ലതായിരുന്നു അല്ലേ സരിത? പയർ വേവിക്കുമ്പോൾ ഉപ്പിടായിരുന്നു. ഒന്നുകൂടി ഇളക്കുന്നുണ്ട് കേട്ടാ. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അടിപൊളി ഒരു വെറൈറ്റി ഇതായിരിക്കട്ടെ, നമ്മൾ ഇതുവരെയായിട്ട് കഴിക്കാത്ത സാധനമല്ലേ. സദ്യകൾക്കൊക്കെ ഞാൻ ഇത് കുമ്പളങ്ങ മാത്രമുള്ളതാവും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നണേ. പയറിന്റെ ഒരു മണം വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അത് നോക്കി നോക്കാം, അത് അതിൻ്റെതായ വേറൊരു രുചി. അല്ല നമ്മൾ സദ്യകൾക്കൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പയർ ചേർക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കാണാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ലേ, പയറിട്ടിട്ട് തിളച്ചു. അപ്പോൾ നമ്മളിത് ചട്ടിയല്ലേ, ഇത് ചട്ടിക്ക് ഭയങ്കര ചൂടുണ്ടാവേ. എന്നിട്ട് ഒന്നാം പാൽ ഒഴിക്കാം. ഇത് ഇറക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വെച്ചു. നാളികേരത്തിൻ്റെ ഒന്നാം പാല് ഒഴിക്കണം. നല്ല കട്ടിപ്പാലാണ് കേട്ടോ. ഇളക്കണം, ഇളക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇളക്കാം ചെയ്യാം മതി. ഇനി ഇതിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. വേപ്പിൻ്റെ ഇല, ഇനി ഇത്തിരി വേപ്പിൻ്റെ ഇല ഇടുന്നു. ഇനി ഒരു 1.5 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒരു 15 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. 10 മിനിറ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് 5 മിനിറ്റ് കൂടി സമയമുണ്ട്. 5 മിനിറ്റ് നേരത്തേക്ക് ഞങ്ങൾക്ക് കുറിക്കാനായിട്ട് ഒരു സാധനം, ഇത് നമ്മുടെ ഗോൾഡൻ ബെറി എന്നല്ല പറയാം, നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ പൊട്ടിച്ചോണതാണ് കണ്ട, പ്രകൃതിയായിട്ടുള്ള സാധനം. ഇത് നട്ടതൊന്നുമല്ല, തന്നെ ഉണ്ടായതാണ്. ജഗുവരം കഴിച്ചിരിക്കുക കണ്ട, ഭയങ്കര വില പിടിച്ച സാധനമാണ്. ജഗുവിൻ്റെ പരീക്ഷ കഴിഞ്ഞു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല പറഞ്ഞ കൂടിയുണ്ട്. ഇതുവരെ കഴിഞ്ഞ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടി ജഗു തന്നെ പറയും. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ കഴിഞ്ഞ പരീക്ഷകൾ? കഴിച്ചു നോക്കട്ടെ എന്നാ. മൈക്ക് കിട്ടാനാ ഞാൻ വന്നേ, സൗണ്ട് കിട്ടാൻ പറഞ്ഞു. ഞാൻ പറയണ്ടേ? നീയല്ലേ പരീക്ഷ എഴുതിയാള്, നീയല്ലേ പറയണ്ടേ? ഇതുവരെ വളരെ ശരിയാണ്. നല്ലതാണ്. ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞ പരീക്ഷ എളുപ്പമില്ല, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇവനോട് അത് പറഞ്ഞപ്പോൾ പറയാം, അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു, അപ്പം എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. അത് നീ പറഞ്ഞിട്ടുള്ളത് ഒരു വട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. കഥകൾ പറയുമ്പോൾ ചിലത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പറയില്ലേ. സോറി, അപ്പം ഇത് കട്ട് ചെയ്ത് കളയുന്നില്ലേ, അതായിരിക്കും.
നിൽക്കാണ് നോക്കിയേ തന്നെ ഉണ്ടായത് തരുന്നത് തന്നെ ഉണ്ടായതാ ഇത് വിത്തായിട്ടുണ്ട് ഇത് വേണമെങ്കിൽ വീട് ഇവിടെ ഒക്കെ മുളച്ചോട്ടെ അല്ലേ വേണമെങ്കിൽ ഇവിടെ മുളയ്ക്കണ്ട അവിടെ ഇഷ്ടം പോയിട്ടുണ്ട് 100 കണക്കിനുണ്ട് എന്തായാലും എൻ്റെ സംരക്ഷണ വലയല്ലേ ഇങ്ങനെ അതാണ് ഇങ്ങനെ പൊട്ടിച്ച് നേരെ തിന്നാല്ലേ കഴുകേണ്ട ആവശ്യമില്ല ഒരു പൊടി അഴുക്കാവും എൻ്റെ ഉള്ളിക്ക് ചേലക്കര കാലത്ത് ഞാൻ നടക്കുമ്പോഴേ അന്തിമാളം കാലത്തെ ചേലക്കരന്ന് വെടിക്കെട്ട് ഇങ്ങോട്ട് കേട്ട് തുടങ്ങും വാ കാലത്ത് 6 മണിക്ക് ഇവിടെ ചോറ് ചമ്മന്തി നമ്മുടെ വിശിഷ്ടമായി കൂട്ടാൻ ഇളക്കട്ടെ സരിത ഇളക്കിക്കോ പയറിട് വേണ്ട സരിത തനി വെള്ളയില്ല കളറ് പാലട കളറായി പാലട പായസല്ലേ അതിന് കളറാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വെള്ള കളറായിരിക്കും ഇതിപ്പോൾ ഞാൻ ചോറിലേക്ക് ഒഴിക്കുക വെളിച്ചെണ്ണ മണം വരും ചോറിലേക്ക് ഒഴിക്കുക ചെയ്യണ്ടേ എന്തെന്നോട് ചോദിക്കണം ഇങ്ങനെയൊക്കെയും അല്ലാന്ന് അല്ലാണ്ട് ഇനി ചോറ് അലിക്കിടാൻ പോവാണോ പിന്നാണത്തിലേക്ക് ആക്കാം അയ്യേ ഈ കളറായിരിക്കും കേട്ടോ ആ ചേട്ടന് കുടിക്കാൻ അല്ലേ ആ അത് കുടിച്ച് കഴിക്കണം ആ ഇത് കുമ്പളങ്ങ സൂപ്പിൻ്റെ ഒരു ഭാവമാണ് ഇതാ ആ ഇത് വെറുതെ എങ്ങനെയാണ് നോക്കിയാ ചൂടില്ലേ ആ എന്ത് രസം ഭയങ്കരമായൊരു സൂപ്പാണ് ആ ടീസ്പൂൺ എടുത്ത ചമ്മന്തി എടുക്കാൻ ആ ചമ്മന്തി മാറാലേ ഉണ്ടാവും തലേന്ന് മാങ്ങ ചമ്മന്തി മാങ്ങ ചമ്മന്തി കൂട്ടിയിട്ട് ചോറാണ് അത് എന്നിട്ട് കുടിക്കും അങ്ങനെയാണോ അത് അത് വേണമെങ്കിൽ എനിക്ക് ഒഴിക്കാം വേണമെങ്കിൽ ഇതിൻ്റെ ചാറിലേക്ക് ഒഴിക്കാം ചേട്ടൻ ഉപ്പിട്ടിട്ട് ഇളക്കിയ ഉപ്പിളിൻ്റെ ഭാഗം ഊട്ടാ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയ ചോറ് ചോറൊക്കെ ഇളക്കി ആഹാ അടിപൊളി ഉണ്ടല്ലേ സൂപ്പർ സാധനം കേട്ടാ മാങ്ങ ചമ്മന്തി മിന്നിച്ചിട്ടുണ്ട് അതും മിന്നിച്ചിട്ടുണ്ട് ഇത് അടിപൊളി ദൈവമേ പ്ലാവിൻ്റെ കൊമ്പിൻ്റെ തുമ്പത്തൊക്കെ ചക്കിയുണ്ടായി ഇതുപോലെ ഉരുള കഴിച്ച് വേണമെങ്കിൽ അതിനുണ്ട് നോക്കിയോ കൂട്ടാനും ചമ്മന്തിയോ കൂട്ടി ചേർത്തിട്ടുള്ള സാധനമാണ് എന്നാ നീ കഴിച്ചേക്കുക ഇങ്ങനെയാകുമ്പോൾ കൂട്ടാൻ്റെ ടേസ്റ്റ് അറിയില്ലേ ചമ്മന്തിയുടെ ടേസ്റ്റ് അറിയണേ അല്ലേ കോരി കുടിച്ച് നോക്കിയോ കോരി കുടിച്ചോളാൻ കഴിച്ചോ അത് അടിപൊളി സാധനം ഇനി ഇവർക്ക് തരുന്നില്ല നമുക്ക് തരില്ലെന്ന് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കും വീട്ടിൽ പോയിട്ട് കഴിക്കും കഞ്ഞിയാ ഇത് കൂട്ടിയിട്ടാ ഇത് കൂട്ടി ചോറ് യോലം കലക്കനാട്ടാ പപ്പടം കാച്ചി തരാം അയ്യോ പപ്പടം കാച്ചായിരുന്നു അപ്പുറമൊന്നും വേണ്ട കുമ്പളങ്ങ രക്ഷണം കഴിച്ചോട്ടെ കുമ്പളങ്ങ വെറുതെ വായിലിട വേണ്ട അലിഞ്ഞു പോകും അലിഞ്ഞു പോവും നല്ലൊരു സൂപ്പ് പോലെ സാധനം കേട്ടോ അത് വീട്ടിൽ പോയിട്ട് കഴിക്കാം നിർത്താം ആ അടിപൊളി കൂട്ടാൻ അടിപൊളി ചമ്മന്തി ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ കാരണം ആടത്തോടുകൂടി ചേക്കുവിൻ്റെ പരീക്ഷ കഴിയും എന്നാൽ ഇലക്ഷന് മുന്നേ റിസൾട്ട് വരില്ലേ പിന്നെ വേഗം റിസൾട്ട് വരും അല്ല ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ചേക്കുവിൻ്റെ റിസൾട്ട് വരില്ലേ 10ാം ക്ലാസ് വരെ എനിക്കറിയില്ല എന്നാണോ വരാ റിസൾട്ട് വരാം അതെ മെയ് 9 തീയതിയാണ് മറ്റേ റിസൾട്ട് അപ്പോൾ ശരിയിട്ട് അപ്പോൾ നമുക്ക് നിർത്താം നമുക്ക് അടിപൊളി കൂടാം